ചേട്ടാ ഇതെന്ത് പതിവില്ലാതെ കുറച്ച് കടലാസൊക്കെ ഉണ്ടല്ലോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആരെയോ പിടിക്കാൻ ഉദ്ദേശമുണ്ടല്ലേ? ഇല്ലില്ല, അതേ നിങ്ങളെല്ലാം കൂടെ ഈ വലിയ സംഗതി നടക്കുന്നു. ഹൈക്കോടതി പിടിച്ചു, പിടിമുറുകി, പുതിയ ബോർഡ്, പഴയ ബോർഡ് എല്ലാത്തിനെയും തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹെഡ്ലൈനാണ് പത്രം. അങ്ങനല്ലേ ഇന്നലെ ഈ ഇപ്പോഴത്തെ ബോർഡിന് ഉത്തരവാദിത്വം? ലെറ്റ് us ഗോ ബൈ ഡോക്യുമെൻറ്റ്സ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 15 പേജ് വരുന്ന ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഇൻട്രീം ഓർഡറാണ്, ഡേറ്റഡ് 21 ഒക്ടോബർ. അതിൽ ഹൈക്കോടതി പറയുന്നു, ഹാവിംഗ് ഗോൺ ത്രൂ ദ റിപ്പോർട്ട് ആൻഡ് ദ ഇൻപുട്സ് റിസീവ്ഡ് ഫ്രം ദ ഓഫീസേഴ്സ് ഹെഡിംഗ് ദ SIT, we record our satisfaction at the manner in which they are proceeding with the investigation. പരിപൂർണ തൃപ്തിയാണ് ഹൈക്കോടതി ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ. എല്ലാം ഭംഗിയായിട്ടാണ് പോകുന്നത്. കാരണം അവർ SIT തന്ന റിപ്പോർട്ട് പരിശോധിച്ചു, ഇൻപുട്സ് എല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ വി റെക്കോർഡ് അവർ സാറ്റിസ്ഫാക്ഷൻ, റിട്ടൺ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി എന്താ കേസ്? 2 FIR ഉണ്ട്. അതിലൊരു FIR എൻ്റെ കയ്യിൽ കിട്ടിയുള്ളൂ, മറ്റേത് കിട്ടിയില്ല. ഒരു FIR-ൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2-ാം പ്രതി കൽപേഷ്, 3-ാം പ്രതി ദ ദേവസ്വം കമ്മീഷണർ ഓഫ് ദ ഇയർ 2019, 2019 ദേവസ്വം കമ്മീഷണർ, 4-ാം പ്രതി 2019 തിരുവാഭരണ കമ്മീഷണർ. ഇവർക്കൊന്നും പേരില്ലേ. ഒരു ക്രിമിനൽ കേസിൽ നിങ്ങൾക്കൊരു ഡെസിഗ്നേഷനെ ശിക്ഷിക്കാൻ പറ്റില്ല, ഒരു വ്യക്തിയാണ് ശിക്ഷിക്കുന്നത്. തിരുവാഭരണ കമ്മീഷണർ എന്നുള്ള സ്ഥാനം, അതിനൊരു കുറ്റം ചെയ്യാൻ പറ്റില്ല, അതൊരു സ്ഥാനമാണ് കടലാസിലുള്ളത്. അവിടെ ഇരിക്കുന്ന മനുഷ്യൻ സുനിൽ അല്ലെങ്കിൽ മോഹൻദാസ്, അവൻ്റെ കൊങ്ങയ്ക്ക് ക്രിമിനൽ കേസിന് പിടിക്കാൻ പറ്റുള്ളൂ. അവരുടെ പേരെഴുതിയിട്ടില്ല. അത് പിന്നീട് ആഡ് ചെയ്തുകൂടെ? ആ കാലയളവിൽ ഇന്ന ആളാണെന്ന് ഇപ്പം എന്താ ആഡ് ചെയ്യാൻ? ഇപ്പം എന്താ കുഴപ്പമാണ്? പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതിന് പകരം സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ശബരിമല, അങ്ങനെ വെക്കാം. ഇത് വാസ്തവം പറഞ്ഞ വാക്കാണ്. സ്പോൺസർഷിപ്പ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വെച്ചു. അപ്പോൾ അത് വെച്ചാൽ മതിയായിരുന്നു ഡെസിഗ്നേഷൻ. എനിക്കും മനസ്സിലാവുള്ളൊരു ക്രിമിനൽ കേസ് ഇട്ട് കളിക്കുന്നത്. 5-ാമത് 2019 എക്സിക്യൂട്ടീവ് ഓഫീസർ, അങ്ങേർക്ക് പേരില്ല. 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 7, 2019 അസിസ്റ്റൻ്റ് എഞ്ചിനീയർ 8, 2019 ദേവസ്വം ബോർഡ് മെമ്പേഴ്സ്, അവർക്കും പേരില്ല. പഴയ സിനിമയിൽ ജയൻ പറയുന്നത് വി ആർ നോട്ട് ബെഗേഴ്സ്, അതുപോലെ മെമ്പേഴ്സ് പേരില്ല. മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 3 പേര് വരും. ഇവിടെ 8 വെച്ച് സീരിയൽ നമ്പർ നിർത്തിയിരിക്കുക, 9ഉം 10ഉം കൂടെ ഉണ്ടെന്നർത്ഥം. ഇവർക്കൊന്നും പേരില്ല. ഈ 10 പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇട്ടാണ് ഈ കളിയൊക്കെ നടക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. അങ്ങേരെ അറസ്റ്റ് ചെയ്യുന്നു, അങ്ങേരെ ചോദ്യം ചെയ്യുന്നു, അങ്ങേരുടെ അയൽവക്കത്തുകാരനെ ചോദ്യം ചെയ്യുന്നു, അങ്ങേരുടെ ഭാര്യയുടെ അനിയത്തി പ്രസവിച്ച ആശുപത്രി ഏതാണെന്ന് അവിടെ പോയിട്ട് അതിൻ്റെ റെക്കോർഡ് എടുക്കുന്നു, പ്രസവത്തിൻ്റെ റെക്കോർഡ്. ഭയങ്കര കയ്യടി കണ്ടില്ലേ. അയൽവക്കത്തുകാരുടെ പ്രസവം വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെങ്കടേഷൻ സംഘവും. ബാക്കി 9 പ്രതികൾ അവരൊക്കെ അന്തസ്സായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണ്. ഇവരുടെ പേരാർക്കും അറിഞ്ഞൂടാ. ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ 2019 എന്ന് പറഞ്ഞാൽ പത്മകുമാർ അല്ലേ? അല്ല, പത്മകുമാർ 2019 പകുതിയായപ്പോഴല്ലേ വന്നത്. ആർക്കും കൃത്യതയില്ല. ആ കൺഫ്യൂഷൻ ഇന്ന് മുതലെടുക്കും. ഇവർക്കെല്ലാം ഇവരുടെ പേര് പോലും പുറത്തു വരാതെ സഹായിച്ചിരിക്കുകയാണ് SIT. ആ SIT വി റെക്കോർഡ് അവർ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് ഹൈക്കോടതി. You have not questioned the remaining 9 accused. അതെന്താണെന്ന് കോടതി ചോദിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താ? അറസ്റ്റ് ചെയ്യണ്ടേ? ഇവരുടെ കുറ്റം എന്താണെന്നറിയാമോ? പ്രതികൾക്ക് അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കട്ടിളയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ, ദ്വാരപാലകനല്ല, വാതിലിൻ്റെ കട്ടിളയിൽ, കാട്ടിള എന്ന് പറഞ്ഞാൽ അറിയാം, വേറെയാണ്, അതിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതി
ദേവസ്വം കമ്മീഷണറായിരുന്ന 3-ാം പ്രതി, ദേവസ്വം ബോർഡ് ജീവനക്കാരായ 4 മുതൽ 7 വരെ പ്രതികളും 2019 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അറിവോടുകൂടി ഇളക്കിയെടുത്ത് 1-ാം പ്രതിയുടെ കൈവശം കൊടുത്തു. ഇതാണ്. ഇവരെല്ലാം കൂടെ ഗൂഢാലോചന നടത്തിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു. അപ്പോൾ ഇവരെ വേണ്ട ആദ്യം പിടിക്കാൻ. സെക്ഷൻ 34 പ്രകാരം IPC സെക്ഷൻ 34 വരാനുള്ള ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ വിശ്വാസവഞ്ചന നടത്തി പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായിട്ട് നിന്ന്, ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് സെക്ഷൻ 34-ൻ്റെ. ഇട്ടിരിക്കുന്ന കുറ്റങ്ങൾ 403, 406, 409, 466, 467, 34 IPC. 34 IPC ആണ് കൂട്ടായ കുറ്റകൃത്യം. 120B അല്ല. 120B ഇല്ല. അതിരിക്കട്ടെ, ശരി. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് സ്വർണം പൂശിയ ചെമ്പുപാളി എന്നുള്ളത് മാറ്റി വെറും ചെമ്പുപാളി എന്ന് എഴുതി 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരല്ലേ ഇതിനകത്തെ പ്രൈം അക്യൂസ്ഡ്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സിമ്പിളാണ് ഈ കേസിൽ നിന്ന് ഊരാനായിട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയും, എൻ്റെ പൊന്നു സാറേ ഞാൻ അറിഞ്ഞിട്ടില്ല, അല്ല അത് ദേവസ്വം മാനുവലിൻ്റെ ലംഘനമാണ്. ഞാനെങ്ങനെ അറിയും? ഞാൻ എടോ പോറ്റി ഇവിടെ വാ, ഈ ചെമ്പുപാളിയുണ്ട്, കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുപോവാ എന്ന് പറയുന്നു. അത് ദേവസ്വം മാനുവൽ പ്രകാരമാണോ? ടെൻഡർ വിളിച്ചിട്ടുണ്ടോ? ഇവർ തമ്മിൽ കൂടാതെ എനിക്കൊന്നും അറിയാമല്ലോ. എൻ്റെ കയ്യിൽ ചെമ്പ് തന്നു, ഞാനത് പൂശി തിരിച്ചു കൊണ്ടു. ഇത് എൻ്റെ ബേഡിലേക്ക് കയറുന്ന എന്തിനാ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജോലി കഴിഞ്ഞു. ഇതാണ് ഇതുവരെ SIT ചെയ്തിരിക്കുന്ന ജോലി. അതെല്ലാം ബഹുകേമം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ബഹുകേമം എന്ന് ഹൈക്കോടതി സർട്ടിഫൈ ചെയ്തു. എന്നിട്ട് എല്ലാവരും ചെന്നു പുതിയ ബോർഡും കുടുങ്ങും. എവിടെ കുടുങ്ങാൻ? ഹൈക്കോടതി എഴുതിയിട്ടുണ്ട്. പുതിയ ബോർഡ് പഴയ ബോർഡിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് എന്നും അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുങ്ങുമായിരിക്കും. ആരെ ഈ പുതിയ ബോർഡ്? ഇവർക്കൊന്നും പേരില്ലേ? ക്രിമിനൽ കേസിൽ വ്യക്തിയുടെ പേര് വേണ്ട? ഇപ്പോൾ കണ്ടാലറിയാവുന്നവരുടെ പേരിൽ കേസെടുക്കും. കണ്ടാൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പേരിലാണല്ലേ കേസ്. ആകാശത്തേക്ക് ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഇത് ഹൈക്കോടതി ചോദിക്കേണ്ടതല്ലേ? ചോദിക്കേണ്ടതാണ്. അത് മാത്രമല്ല ചേട്ടാ, ഈ പ്രൊസീഡിങ്സ് നടക്കുമ്പോൾ വേറെ ആരും അതിനകത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് മുഴുവൻ പേരെയും കോടതിയിൽ നിന്ന് പുറത്താക്കിയിട്ടാണ് അവിടെ വാദം നടക്കുന്നതെന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ? സത്യമാണ്. അതെന്താ അങ്ങനെ? ഇത്തരം കേസുകൾ, അത് ഈ പീഡന കേസിലൊക്കെ അല്ലേ അങ്ങനെ ചെയ്യേണ്ടത്? പോക്സോ കേസിലൊക്കെ, പോക്സോ കേസ്, കുടുംബ കേസ് ഒക്കെ ഇത് ചെയ്യാറുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ്. അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. കുറേ അശ്ലീലം, പിന്നെ വീട്ടുവഴക്ക്, ഇതൊക്കെ ഉണ്ടാവും. അത് മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് ലോവർ കോർട്ടിൽ ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ് നടക്കും. ഹൈക്കോടതിയിൽ എന്ത് ഇൻ ക്യാമറ? ഇതേ പോക്സോ കേസ് ആയാലും കുടുംബ കേസ് ഫൈറ്റ് ചെയ്ത് ഹൈക്കോടതിയിലെത്തുമ്പോൾ അവിടെ വിചാരണയില്ലല്ലോ, അവിടെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സും ഇല്ല. ബട്ട് ഈ വിവാഹമോചന കേസ് അതൊക്കെ വന്നു കഴിയുമ്പോൾ ചേംബറിൽ ഇവരെ വിളിപ്പിക്കാറുണ്ട് ജഡ്ജി. ചേംബർ സിറ്റിംഗ് വരും. ചേംബറിൽ അത് വാദവും സംഗതിയൊന്നും പല വക്കീലും ഉണ്ടാവില്ല. ഭാര്യയോടും ഭർത്താവിനോടും വരാൻ പറയുന്നുണ്ട്. ജഡ്ജി ചോദിക്കുക, എന്ത് ഈ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇട്ടിട്ട്, ആ പിള്ളേരെ ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഉച്ച കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കേസ്, ഒന്നുകൂടെ ആലോചിക്കുക, കഷ്ടം എന്നൊക്കെ പറയാം. അപ്പോൾ ഇവർ ഒരു ഹൈക്കോടതി ജഡ്ജിയൊക്കെ അല്ലേ പറയും, മനസ്സിൽ ഇവർക്ക് പിന്നെ അങ്ങനെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒത്തുതീർന്ന് പോകാറുണ്ട്. ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഈ വിവാഹമോചന കേസ്, വിവാഹമോചനം അനുവദിക്കാത്ത ആളായിരുന്നു നമ്മളുടെ ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഹി വാസ് വെൽ നോൺ ഫോർ ദാറ്റ്. പുള്ളി ഉപദേശിച്ച് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ ചേംബറിലായിരുന്നു അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ട്. ആരും വേണ്ട, വക്കീലും വേണ്ട. വക്കീലൊക്കെയാണ് ഈ എരികേറ്റുന്നത് 2 വശത്തു നിന്ന് വിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അതാണ് കേസ്. ഇത് ഇദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹം ചേംബറിൽ വിളിപ്പിച്ചിട്ട് സമാധാനിപ്പിച്ച് വിടും. ചെറിയ കേസുകളായിരിക്കും. ഇതൊക്കെയാണ് ഈ ഇൻ ക്യാമറ. ഇപ്പോൾ ഇതെന്തുകൊണ്ട് ഇൻ ക്യാമറ നടത്തിയെന്ന് എനിക്കറിയില്ല. കോടതി ഓർഡർ തന്നെ ഇട്ടിരിക്കുകയാണ്. ലാസ്റ്റ് പാരഗ്രാഫ്, പോസ്റ്റ് ഓൺ 5/11/25, നവംബർ 5-ാം തീയതിക്ക് പോസ്റ്റ് ചെയ്തു. ഓൺ വിച്ച് ഡേ ദ ഓഫീസേഴ്സ് ഹെഡിങ് ദ SIT ഷാൽ ബി പേഴ്സണലി പ്രസൻറ്റ്. The registry shall note in the cause list that the proceedings shall be held in camera. അതാണ് ലാസ്റ്റ് ലൈൻ.
അപ്പോൾ അന്വേഷണമായും സൈൻഡ് രാജാവ് ജയരാഘവൻ, സൈൻഡ് KV ജയകുമാർ. അന്വേഷണം സംബന്ധിച്ച് SIT പ്രത്യേക അന്വേഷണ സംഘം പറയുന്ന കാര്യങ്ങൾ ലോകത്താരും അറിയരുത്, ജഡ്ജിമാരല്ലാതെ. എനിക്കറിയില്ല. അങ്ങനെയല്ലേ എൻ ക്യാമറ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് അതല്ലേ ആണ്. പുറത്താർക്കും ഒന്നും അറിയാൻ പറ്റില്ല. കക്ഷികളും അവരുടെ വക്കീലുകളും ഉണ്ടാവുള്ളൂ. അത് ആർക്ക് ഗുണം ചെയ്യും? പ്രതികൾക്ക് ഗുണം ചെയ്യും. കക്ഷികൾ നോക്കിക്കോളൂ. ഇപ്പോൾ ബേസിക്കലി ഈ കേസിൽ സിയോമോട്ടോ കോടതി എടുത്ത കേസിൽ 11 റെസ്പോണ്ടൻ്റാണ് എതിർകക്ഷികൾ. അതിൽ സ്റ്റേറ്റ് ഓഫ് കേരള, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ്, സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ, സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് പോലീസ് ചീഫ്. 11 പേര്. ഒരാളും അറിയില്ല. കട്ടവനും കട്ടാൻ കൂട്ടുന്നവരും. കോടതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസ് ഈ SSR ദേവസ്വം കേസിൻ്റെ ഷോർട്ട് ഫോം അതാണ് SSR. ഈ SSR ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വി ആർ ഓൾസോ ഓഫ് ദ വ്യൂ ദാറ്റ് it may not be appropriate for us to pass further orders in this SSR, as some of the prospective accused were impleaded as additional respondents in the course of proceedings. ഇതുവരെ നടന്ന പ്രൊസീഡിങ്സിൽ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ വഴിയെ പോയ ആൾക്കാരെ മുഴുവൻ റെസ്പോണ്ടൻ്റ് ആക്കിയിരുന്നു. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവർ റെസ്പോണ്ടൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് എല്ലാ ഡോക്യുമെൻ്റെയും കോപ്പിയും സംഗതിയൊക്കെ കൊടുക്കേണ്ടി വരും. പ്രൊസീഡിങ്സിൽ അവരുണ്ട് അവിടെ കോടതി മുറിയിൽ. അതുകൊണ്ട് കോടതി എന്ത് ചെയ്തു, ഈ SSR ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എന്നിട്ട് ദ രജിസ്ട്രി ഈസ് ഡയറക്റ്റഡ് ടു സിയോമോട്ടോ രജിസ്റ്റർ എ റിട്ട് പെറ്റീഷൻ. ഒരു ഫ്രഷ് റിട്ട് പെറ്റീഷൻ സിയോമോട്ടോ ഹൈക്കോടതി എടുക്കുന്നതായിട്ട് രജിസ്ട്രി ഉണ്ടാക്കണം. ഒരു പുതിയ റിട്ട് പെറ്റീഷൻ under orders from Honorable Chief Justice. In the writ petition so registered, അതിലെ റെസ്പോണ്ടൻസ് ആണ് സ്റ്റേറ്റ് ഓഫ് കേരള, 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 3 ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, 4 സ്റ്റേറ്റ് പോലീസ് ചീഫ്, 5 സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ. ഇത്രയും പേരാണ് റെസ്പോണ്ടൻസ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചപ്പ് ചവർ എല്ലാത്തിനെയും മാറ്റി. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പും ദേവസ്വം ബോർഡും അവരുടെ വിജിലൻസും മാത്രം. ഇപ്പോൾ അവരും അവരുടെ വക്കീൽ മാത്രം. ഇവരാരും കോടതിയിൽ വരാൻ പോകുന്നില്ല. സ്റ്റേറ്റ് പോലീസ് ചീഫ് കോടതിയിൽ വരാൻ പോകുന്നു. അപ്പോൾ ഗവൺമെൻറ് പ്ലീഡറാണ് ഇങ്ങർക്ക് വേണ്ടി ഹാജരാകുന്നത്. ദേവസ്വം ബോർഡിന് വേണ്ടി, ദേവസ്വം സെക്രട്ടറിക്ക് വേണ്ടി, സ്റ്റേറ്റ് പോലീസ് ചീഫിന് വേണ്ടി ഒക്കെ പ്രോസിക്യൂട്ടറിൻ്റെ ഒരാളെ ഉണ്ടാവുള്ളൂ, ഒറ്റ വക്കീൽ. മുറി അടച്ചു, എല്ലാവരും പുറത്ത് പോകും. ആരാ നിങ്ങൾ? ഞാൻ മനോരമ. ഓട് കൊടുന്നു. മാതൃ എല്ലാവരും ഇറങ്ങി വാതിലടച്ചു. പ്രൊസീഡിങ്സ് നടക്കുന്നു. നിയമം നടന്നാൽ പോരാ, നിയമം നടന്നതായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്ന് മഹാത്മാഗാന്ധി മുതൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സൺലൈറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിസിൻഫെക്റ്റൻറ്റ്. DY ചന്ദ്രചൂഡ്. ലൈവ് സ്ട്രീമിംഗ് അങ്ങനെയാണ്. യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നു സുപ്രീം കോടതി. എത്ര സെൻസിറ്റീവ് കേസുകൾ! ഈ പറഞ്ഞ ബീഹാറിലെ SIR കേസ്, അതിഭയങ്കരമായ വാദം കപിൽ സിബലും ഇങ്ങേര് തുഷാർ മേത്തയും തമ്മിൽ, എല്ലാം ലൈവ് സ്ട്രീമിംഗ്. യു ക്യാൻ സീ ദാറ്റ്. അപ്പോൾ ഇപ്പോൾ റൈറ്റ് ടു നോ, റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് എബവ് റൈറ്റ് ടു പ്രൈവസി. ഈ ജഡ്ജ്മെൻറ്റ് നമ്മളുടെ ഈ ഇലക്ട്രൽ ബോണ്ട് കേസിൽ സുപ്രീം കോടതി സെറ്റിൽ ചെയ്തതാണ്. Right to information is above the right to privacy. Now here High Court says that right to privacy is above right to information. ഇവരുടെ എല്ലാം പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് നോട്ട് എ സ്പീക്കിംഗ് ഓർഡർ. ഐ എം സോറി ടു സേ ദിസ്. ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആക്കാനുള്ള കാരണം ഈ ഓർഡറിൽ പറയേണ്ടതാണ്, അറിയണ്ടേ ഞാൻ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്. ബട്ട് ഐ എം ഡിനൈഡ്. അതിലങ്ങോട്ട് അടച്ചു. മോഹൻദാസ് പുറത്തിറങ്ങി, സാർ ഞാനൊരു സാധാരണ പൗരൻ, എനിക്ക് പ്രൊസീഡിങ്സ് കാണുന്നു. കോർട്ട് നമ്മളുടെ ഓപ്പൺ കോർട്ടാണ്. എല്ലാ കോടതിയും ഓപ്പൺ കോടതിയാണ്. ബട്ട് നാട്ടുകാർക്കെല്ലാം കൂടെ കോടതിയിൽ പോകാൻ പറ്റില്ല. അവിടെ അതിനുള്ള സൗകര്യമില്ല. ആ ചിന്തയിൽ നിന്നാണ് ലൈവ് സ്ട്രീമിംഗ് തുടങ്ങുന്നത്. ലോകത്ത് എല്ലാവരും കണ്ടോളൂ എന്താ കോടതിയിൽ നടക്കുന്നത്, ആരെന്ത് പറയുന്നു കേട്ടോ. ചേട്ടൻ പറഞ്ഞു വരുന്നത് ഹൈക്കോടതിയുടെ ഈ നടപടികൾ ദുരൂഹമാണ് എന്നാണോ? ദുരൂഹം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇനപ്രോപ്രിയേറ്റ് എന്ന് പറയും.
ദുരൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുസ്സൂചനയാണ്. എന്തോ ഒരു പ്രത്യേക കാര്യം സാധിക്കാനായിട്ട്. അങ്ങനെയല്ല, ഇത് ഇനപ്രോപ്രിയേറ്റ്, അത്രയും ഞാൻ അനുചിതം എന്ന് പറയാം. അനുചിതമാണ്. അത് ചെയ്തുകൂടായിരുന്നു. അല്ല, ഇനിയിപ്പോൾ എൻ്റെ ഒരു സംശയം, ഇതിനകത്ത് ഒരു സ്റ്റേക്ക് ഹോൾഡറായിട്ട് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്, ക്ഷേത്രവിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ, അവരുടെ പണമാണ്. അവർക്ക് ഈ കേസിൽ ഇംപ്ലീഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ബട്ട് ദാറ്റ് ഇസ് എ മിസ്ചീഫ്. ഇപ്പോൾ എനിക്ക് ഈ പ്രൊസീഡിങ്സ് കേൾക്കണം. ഞാൻ എന്ത് ചെയ്യും, ഒരു ഐയെ കൊണ്ടുപോയിട്ട് ഫയൽ ചെയ്യുക ഈ കേസ്. ഇപ്പോൾ ഈ പുതിയ റിട്ട് പെറ്റീഷൻ വരുമല്ലോ, അതിൻ്റെ നമ്പർ വെച്ചിട്ട് ഐയെ എനിക്കിതിലെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്, പമ്പയിൽ ഞാൻ കാലും എഴുതി വീണു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐയെ ഇടുക. അപ്പോൾ ഞാനതിൽ പാർട്ടിയായി. വേണമെങ്കിൽ ഹൈക്കോടതിക്ക് ഈ ഐയെ പറ്റില്ല എന്ന് പറയാം. ബട്ട് സാധാരണ ഇതിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യും. ബട്ട് എൻ്റെ ഉദ്ദേശം എന്താ, ഈ പ്രൊസീഡിങ്സ് കേൾക്കണം, അതല്ല എൻ്റെ ഉദ്ദേശം. വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അതൊരു മിസ്ചീഫ് അല്ലേ. പക്ഷേ സത്യം അറിയണ്ടേ? സത്യം അറിയാനായിട്ട് കോടതി ഓപ്പൺ ആക്കുകയാണ് വേണ്ടത്. അല്ല, കോടതി ഇങ്ങനെ ചെയ്യുമ്പോൾ കോടതിയെ ബൈപ്പാസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഐയെ വഴിക്ക് അകത്ത് കയറുക എന്ന് പറയുന്നത്, അതിനെ കയറിയില്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രൊസീഡിങ്സ് ഈ മോഷണം നടത്തിയവരും അതിന് ഒത്താശ ചെയ്ത ആളുകളും മാത്രം കേൾക്കുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ? അതെ. അപ്പോൾ പിന്നെ ഒരു ഐയെ ഫയൽ ചെയ്യണം. ഐയെ ഫയൽ ചെയ്യാൻ എനിക്കും ഈ ലക്ഷക്കണക്കിനായ ആളുകൾക്ക് അവകാശം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. ഐയെ നിങ്ങൾ ഫയൽ ചെയ്തിട്ട് നിങ്ങൾ അതിൽ കയറുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താ, ഹൈക്കോടതിയുടെ ഇൻ ക്യാമറ ഉത്തരവ് സർക്കംവെൻറ്റ് ചെയ്യാനുള്ള ഒരു തന്ത്രം നിങ്ങൾ പ്രയോഗിക്കുന്നു. അതെ, അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു പൗരനെ കൊണ്ട് തന്ത്രം ഉപയോഗിക്കരുത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടക്കണം. ഹൈക്കോടതിയെ പറ്റിക്കുന്ന ഏർപ്പാടാണല്ലോ ഈ ഐയെ ഇട്ടിട്ട് അതിനകത്ത്. അല്ല, ഇത് ഇൻ ക്യാമറ ആക്കുന്നതും അത് തന്നെ ഒരു തരത്തിൽ. നോ, ലെറ്റ് ഹൈക്കോർട്ട് ഡു ദാറ്റ്, ബട്ട് യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. യു ആർ എൻ ഓണസ്റ്റ് സിറ്റിസൺ. യു മസ്റ്റ് ഫൈറ്റ്. ഹൈക്കോടതിയിലെ അഭിഭാഷകരും അവരുടെ യൂണിയനും സംഗതിയൊക്കെ ഉണ്ടല്ലോ, അവർ ചീഫ് ജസ്റ്റിസിനെ കണ്ടിട്ട് സാർ ഇത് അന്യായമാണ്, ഇത് ഇമ്മീഡിയറ്റ് ഈ ഇൻ ക്യാമറ മാറ്റാൻ പറയണം. ദർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഇൻ ക്യാമറ വാട്ട് എവർ ബി ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ കേസ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന് ജസ്റ്റിഫിക്കേഷൻ ഇല്ല. ഇൻ ക്യാമറ ആണെന്നുള്ളത് വാർത്ത പോലും ആയിട്ടില്ല. എനിക്ക് ഐ ഡോണ്ട് നോ. 2 സ്ഥലത്താണ് ഇൻ ക്യാമറ. അതായത് ഇന്നലെ വി ഹാവ് ഇൻറ്ററാക്റ്റഡ് വിത്ത് ദ ഓഫീസേഴ്സ് ഹെഡിങ് ദ SIT ഇൻ ക്യാമറ. അതായത് ഇന്നലത്തെ പ്രൊസീഡിങ്സും ഇൻ ക്യാമറ ആയിരുന്നു. വി ഹാവ് ഇൻറ്ററാക്റ്റഡ് വിത്ത് ദ ഓഫീസേഴ്സ് ഇൻ അവർ ചേമ്പേഴ്സ് എന്നല്ല. ദാറ്റ് ഓൾസോ കുഡ് ഹാവ് ബീൻ ഡൺ. കോർട്ട് സപ്പോസ് യു ഡോണ്ട് വാണ്ട് ടു മറ്റുള്ളവരെ കേൾക്കണ്ടെന്നാണെങ്കിൽ ഈ വെങ്കടേഷ് ടീമിനെ അവരുടെ വക്കീലോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേംബറിൽ വിളിക്കാം, ചോദിക്കാം എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കാം. ദാറ്റ് ക്യാൻ ബി ഡൺ. ബട്ട് ഇൻ ക്യാമറ എന്ന് പറയുമ്പോൾ നിങ്ങൾ കോടതി ക്ലോസ് ചെയ്യുന്നു, കോടതി കൂടുന്നുണ്ട്, ബട്ട് ബിഹൈൻഡ് ക്ലോസ് ഡോർസ്. അതെന്തിന്? അതിൻ്റെ ഒരു ന്യായം കോടതി പറയുന്നില്ല. ദേ ക്യാൻ സേ, ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാണുന്നു മീഡിയ ഇതൊന്നും നേരാമണ്ണം റിപ്പോർട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ പേരിൽ സമൂഹത്തിൽ വേണ്ടാത്ത കച്ചറയൊക്കെ ഉണ്ടാകുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലേക്ക് പോകുന്നു. യു റെക്കോർഡ് ദാറ്റ്. അതല്ലേ സ്പീക്കിംഗ് ഓർഡർ പറയുന്നത്. അതല്ലാതെ ഇറ്റ്സ് ആൻ ഇൻസ്ട്രക്ഷൻ ടു രജിസ്ട്രി. നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇൻ ക്യാമറ ആണെന്ന് ലിസ്റ്റ് ചെയ്യണം കേട്ടോ. വാട്ട് ഫോർ? ആൻഡ് വെൻ crores and crores of people are anxious to know what is happening there every day. ബട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ ഈ നമ്മളൊരു ഐ ഇട്ട് ആരും കയറുകയും വേണ്ട, ഹൈക്കോടതിക്ക് മനസ്സ് മാറട്ടെ സ്വമേധയാ എന്ന് പ്രാർത്ഥിക്കണം എന്നാണോ ഞാൻ പറയുന്നത്? 10 പ്രതികളുള്ളതിൽ ഒരു പ്രതിയെ മാത്രം അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക, 30-ാം തീയതി വരെ അങ്ങേരെ പോലീസ് കസ്റ്റഡിയിൽ മേടിക്കുക എന്ന് പറയുന്ന ഒരു മഹൽ കൃത്യം ചെയ്ത SITയെ കോടതി അഭിനന്ദിക്കുന്നു. വി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ്. വെങ്കടേഷിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ. വാട്ട് ഈസ് ദിസ്? യു ഹാവ് നോട്ട് ക്വസ്റ്റ്യൻ, യു ഹാവ് നോട്ട് അറസ്റ്റഡ്. അറസ്റ്റ് പോട്ട് വെറുതെ ഒന്ന് ചോദിക്കുക, ചേട്ടാ 2019 ചേട്ടനായിരുന്നോ പ്രസിഡന്റ് എന്ന് ചോദിക്കും. ഇതിനകത്ത് വരാൻ പോകുന്ന ഇതൊക്കെയാണ്. തിരുവാഭരണ കമ്മീഷണർ ഓഫ് ദ ഇയർ 2019. സപ്പോസ് അന്ന് 3 പേര് സ്ഥലം മാറി വന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഇതിലാരെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആരാണ് ഈ കേസിലെ പ്രതി? ദിസ് ഈസ് ആൻ FIR.
ഇത് നിസ്സാര ഡോക്യുമെൻ്റ് അല്ല. ഒരു ക്രിമിനൽ കേസിൻ്റെ ലോ സെറ്റ് ഇൻ ടു മോഷൻ അത് ചെയ്യുന്നത് ഈ കടലാസാണ്. ആ കടലാസിലാണ് ഈ ഭോഷ്ക് എഴുതിയിരിക്കുന്നത്. അല്ല, FIR ഇട്ട സാഹചര്യത്തിൽ ഏറ്റവും താഴെ വന്നിരിക്കുന്ന പത്മകുമാർ ടീമിന് ഉൾപ്പെടെ പോലീസിന് വിളിച്ചു വരുത്തേണ്ടി വരും, അറസ്റ്റ് ചെയ്യേണ്ടി വരത്തില്ലേ? ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ, അവരെ തൊട്ടിട്ടില്ലല്ലോ. അവർക്ക് ഇഷ്ടം പോലെ സൗകര്യം കൊടുക്കുകയില്ലേ? ഏത് റെക്കോർഡ് വേണമെങ്കിലും അവർക്ക് മാറ്റിമറിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം ഇൻ ദ ഇൻ്റർഗ്നം. ഇപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ അവിടെ പോയിട്ട് എല്ലാ റെക്കോർഡും ഒക്കെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞു. TDP മിനിറ്റ്സ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, മിനിറ്റ്സ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് രജിസ്ട്രാർക്ക് സമർപ്പിക്കും, സീൽഡ് കവറിൽ അവിടെ ഇരിക്കും. അവസാനം കോടതി തുറന്നു നോക്കിക്കഴിയുമ്പോഴില്ല, മിനിറ്റ്സ് ബുക്കിൽ ഒരു 10 പേജ് കാണുന്നില്ല. എന്തു ചെയ്യും? ഈ 10 പേജ് എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നത്. നിതാന്തമായിട്ട് ഈ കേസ് നീണ്ടുപോകും. വെങ്കടേഷ് റിട്ടയറായി പോകും, അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്ന ഓഫീസർ റിട്ടയറാകും, പിന്നാലെ വരുന്ന ഓഫീസർ റിട്ടയറാകും, ഞാൻ ചത്ത് പണ്ടാറടങ്ങിപ്പോകും. ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ യു ആർ ഗിവിങ് ദം ചാൻസ്, ഗോൾഡൻ ചാൻസ് അവർക്ക് കൊടുക്കുകയാണ്. ആർക്ക്? ഈ ചെമ്പുപാളി എന്ന് മനഃപൂർവ്വം എഴുതി പരസ്പരം ഉത്സാഹിച്ചും വിശ്വാസവഞ്ചന നടത്തി പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായിട്ട് നിൽക്കുന്നവർക്ക് സഹായികളായിട്ട് SIT. I don't know. And then when the court in its wisdom says that we are fully satisfied with SIT, thank you. I have nothing to say. അപ്പോൾ എല്ലാവരും I will not challenge the wisdom of the court. എല്ലാവരും കൂടെ ചേർന്ന് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കുഴിച്ചുമൂടി. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത് കുഴിച്ചിട്ടുമില്ല, മൂടിയിട്ടുമില്ല, അതിങ്ങനെ കിടക്കും. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഈ ശബരിമലയ്ക്ക് ഒരു ബദലായിട്ട് വരാൻ പോകുന്ന വാർത്തകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വാർത്തകളാണ്. അതല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ ആറ്റം ബോംബ് പൊട്ടണം ഗുരുവായൂർ. ടൈംസ് ഓഫ് ഇന്ത്യ അത് പൊട്ടിച്ചു, പക്ഷെ മറ്റാരും അത് പിക്ക് ചെയ്തില്ല. കാരണം ഒരുപക്ഷെ ഗുരുവായൂരിലെ ആൾക്കാർ കുറേ കൂടെ ശക്തരായിരിക്കണം മീഡിയയെ കൈകാര്യം ചെയ്യുന്നതിൽ. ശബരിമല ആനക്കൊമ്പിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കണക്കുകളാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞത്. ഗുരുവായൂരാണ് ഏറ്റവും വലിയ സ്വർണ്ണ ശേഖരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പത്മനാഭസ്വാമിയുടെ ഒരു സ്പെഷ്യൽ കേസായിട്ട് മാറ്റി വയ്ക്കുക. ബാക്കി റിമൈനിങ് ടെമ്പിൾസ് നിങ്ങൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ കേരള ഈസ് ഗുരുവായൂർ, നോട്ട് ശബരിമല. ഏറ്റവും അധികം ഭക്തിഗാനങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഗുരുവായൂരപ്പനെ പറ്റിയാണ്, അയ്യപ്പനെ പറ്റിയല്ല. അയ്യപ്പൻ തൊട്ട് താഴെ ഇങ്ങനെ നിൽക്കുകയാണ്, നെക്ക് ടു നെക്ക് റേസിൽ നിൽക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ എന്താ പുളിങ് പവർ എന്നറിയാമോ? എത്രയാ സ്വർണ്ണം, എത്രയാ കാശ്, എന്താ മുതൽ. അത് വേറൊരു വലിയ ബോംബായിട്ടൊരു ദിവസം പോട്ടു. അപ്പോഴും നമ്മളിങ്ങനെ ചർച്ച ചെയ്യും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളൊക്കെ ചത്തുപോകും. ഇൻ ലോങ് ടേം യു ആർ ഡെഡ് എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. ലോങ് ടേമിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പുള്ളി പറഞ്ഞു ലോങ് ടേമിൽ പ്ലാൻ ചെയ്തു, പക്ഷെ നമ്മളാരും ജീവനോടെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി കണ്ടക്റ്റഡ്. കേരളത്തിലൊരു ടെമ്പിൾ സ്ക്വാഡുണ്ട്, അറിയാമോ? ടെമ്പിൾ തെഫ്റ്റ്. ചർച്ച് സ്ക്വാഡുണ്ടോ? ഇല്ല. അങ്ങനെ ചർച്ച് സ്ക്വാഡില്ലാത്തത്. ചർച്ചിൽ നിന്നൊന്നും മോഷണം പോവില്ല. അപ്പോൾ ടെമ്പിളിലാണ് മോഷണം. ടെമ്പിൾ മോഷണം കൊണ്ട് പൊറുതി മുട്ടിയിട്ടാണ് സർക്കാർ ടെമ്പിൾ സ്ക്വാഡ് ഡെഡിക്കേറ്റഡായിട്ട് പോലീസുകാരെ അതിന് വെച്ചിരിക്കുകയാണ് ടീം. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അതുകൂടാതെയാണ് ജസ്റ്റിസ് KT ശങ്കറിൻ്റെ എൻക്വയറി. ഇതൊക്കെ നടന്നിട്ടും സാധനമൊന്നുമില്ല. ഈ SIT ഫസ്റ്റ് ഡേ തന്നെ FIR ഇട്ട ദിവസം തന്നെ ഈ 10 പേരെയും പിടിച്ചകത്താക്കുന്നു. നിങ്ങൾ വെറുതെ പോലീസ് കസ്റ്റഡി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. യു നീഡ് 2 or 3 hours ടു ക്വസ്റ്റ്യൻ ദീസ് പീപ്പിൾ. തത്ത പറയുന്ന പോലെ സത്യം പറയും, വരണ്ടു പോകും. പക്ഷെ നിങ്ങൾക്ക് ഇവരെ പിടിക്കാൻ പറ്റില്ല. പിണറായി വിജയൻ്റെ അഡ്മിനിസ്ട്രേഷന് കീഴിൽ ഹൈക്കോടതിയുടെ പേട്രണേജ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർക്ക് പരിധി വിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. കാരണം ഹൈക്കോടതി എത്ര കാലം സംരക്ഷണയിലുണ്ടാവും? പൊളിറ്റിക്കൽ ബോസാണ് ബോസ്. ഹൈക്കോർട്ട് ഈസ് നോട്ട് ദ ബോസ്. അതുകൊണ്ട് I don't expect any result from this SIT, but at the same time I respect the judgment, and the judges have said categorically that we are happy, we are fully satisfied. Well, that is the situation. പക്ഷെ നമുക്ക് we are not happy എന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ. ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്.
സാമാന്യ ബുദ്ധിക്ക് എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ ഈ SITയുടെ ആദ്യം തന്നെ ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ FIRൽ 10 പേരുണ്ട്, താൻ ഒരാളെ വെച്ചിട്ട് ഇങ്ങനെ മൂപ്പിക്കുന്ന കുറേ ദിവസമായിട്ട്, ബാക്കി 9 പേര് എവിടെ? വാട്ട് ഹാപ്പൻഡ്? വൈ ആർ യു നോട്ട് അറസ്റ്റിംഗ്? വാട്ട് ഈസ് പ്രിവെൻറ്റിങ് യു? അറസ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും. ഒരു 161 നോട്ടീസ് കൊടുത്തിട്ട് നിങ്ങൾ അയാളെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യും. 41A 41B അത് അറസ്റ്റിനുള്ള തുടക്കമാണ്. അത് വേണ്ട. 161 ഏത് വഴിയെ പോകുന്നവനെയും ഇവിടെ എവിടെ എന്ന് പറയാനുള്ള നോട്ടീസാണ് 161. അത് ഇഷ്യൂ ചെയ്തിട്ട് വിളിപ്പിക്കാമല്ലോ. അപ്പോൾ പത്മകുമാറിന് പനി വരും, ബാക്കിയുള്ളവർക്ക് വാസുവിന് സുഖമില്ലാതെ വരും, മെഡിക്കൽ കോളേജ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച അങ്ങനെ ഒരു റിപ്പോർട്ടാണ് നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുക്കുന്നതെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ്, യു മെയ്ഡ് എ ഫെയർ ട്രൈ. ബട്ട് ഇത് ഒന്നും ചെയ്യാതെ ഈ ഉണ്ണികൃഷ്ണൻ എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വരില്ലേ FIR ഇട്ട സ്ഥിതിക്ക്? ഐ ഡോണ്ട് നോ. FIR ഇട്ടു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. എത്രയോ പേരുടെ പേരിൽ എന്തെല്ലാം FIR കിടക്കും. അവരെ ഒന്നും ചോദ്യം ചെയ്യാറോ പിടിക്കാറോ ഒന്നുമില്ല. അതൊക്കെ അപ്പോഴത്തെ ഒരു സമാധാനത്തിന് ചെയ്യുന്നതാണ്. ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ പ്രതികളെല്ലാം എന്ന് കണ്ടെത്തി. വാസ്തവത്തിൽ ഞാനിതിൻ്റെ ബോഡി വായിച്ചില്ലേ FIRൻ്റെ, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ 3 മുതൽ 8 വരെയുള്ള പ്രതികൾ അവരാണ് ഗൂഢാലോചന നടത്തി സ്വർണമുള്ള ചെമ്പ് വെറും ചെമ്പാണെന്ന് പറഞ്ഞിട്ട് പോറ്റിയെ വിളിച്ചിട്ട് 1-ാം പ്രതിക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ 1-ാം പ്രതി മാത്രം പ്രതിയായി, ബാക്കിയുള്ളവരൊക്കെ ഫ്രീ ആയി. അവരങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് പോറ്റിക്ക് അത് വാങ്ങാൻ പറ്റിയത്. പോറ്റിക്ക് വാങ്ങാൻ പറ്റിയത്. അപ്പോൾ യഥാർത്ഥ പ്രതി മറ്റവരാണ്. നമുക്കൊരു കോൺട്രാക്റ്റ് തരുമ്പോൾ അതിൻ്റെ നടപടിക്രമം കോൺട്രാക്റ്റ് തന്നവർ പാലിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാൻ പറ്റുമോ? നമ്മളെ വിളിച്ച് കോൺട്രാക്റ്റ് തന്നു, നമ്മൾ കോൺട്രാക്റ്റ് ഇതാക്കി കാശ് മേടിച്ചു, നമ്മുടെ ജോലി കഴിഞ്ഞു. അതിൽ ക്രമക്കേട് അവർ അകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാണ് സമാധാനം പറയേണ്ടത്. ഇല്ല, നമ്മളെ പിടിച്ചുകൊണ്ട് പോയിട്ട് മാനുവൽ ലംഘിച്ചു. ഏത് മാനുവലിന് ചോദിക്കും? ഇതൊക്കെ കോടതിയിൽ വക്കീൽ ചോദിക്കും. ഏതായാലും ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചവരെ എല്ലാവരും ചേർന്ന് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. വളരെ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കും, പക്ഷേ വളരെ ദുർബലമായ നടപടികളെടുക്കും. ശക്തമായ വാക്കുകളിൽ ജനം വീഴും. ഇതിങ്ങനെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് കോടതി വിട്ടിരിക്കുക, വിട്ടുകഴിഞ്ഞു, പക്ഷെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. ആ വാതിലടയ്ക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.